ഹായ്. കുറേ നാളായി എനിക്കറിയാം യൂട്യൂബിലെ വീഡിയോസൊക്കെ എടുത്തിട്ട്. കളർ പോരല്ലേ, വേറെ കളർ ഇടാം. ഇപ്പം നല്ല കളർഫുൾ ആയില്ലേ? ഓക്കെ, അപ്പം അത് സെറ്റാണ്. ഇവിടെ ഭയങ്കര ലൈറ്റ് അടിക്കുന്നില്ലേ, ഇത് കുറഞ്ഞ തീ വെട്ടോ. അപ്പം ഞാനിത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കുന്നതും കുറേ യൂട്യൂബിൽ ഇടുന്നതും എനിക്ക് മനസ്സിലായി. എന്താണെന്ന് പറഞ്ഞാൽ കുറേ ഫ്രണ്ട്സിനോടൊക്കെ മിണ്ടിയപ്പോൾ അവർ പറഞ്ഞു നീ എന്താ യൂട്യൂബ് ചെയ്യാത്തതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ശരിയാണല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം യൂട്യൂബായിരുന്നു. ഇങ്ങനെ സംസാരിക്കുന്നതും ഓരോരോ കാഴ്ചകളാണ്. അപ്പോൾ എൻ്റെ ഒരു 4-5 വർഷത്തെ കേരള പഠിച്ചും ജോലി ചെയ്തും ഞാൻ തിരിച്ച് UAയിലോട്ട് വന്നു. അപ്പോൾ ചെറിയ കഥ പറയാൻ വേണ്ടിയാണ്. കുഞ്ഞു കഥയുള്ളൂ, വലിയ കഥയൊന്നുമല്ല. എനിക്ക് ബോറടിപ്പിക്കുന്ന ഇഷ്ടമല്ല. ശരിക്കും ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു വാക്ക്, ഇത്ര വലിയ വാക്കൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഹാഷിർ വാഴ 2 ഞാൻ കണ്ടു, അടിപൊളിയായിരുന്നു. പിന്നെ ഹാഷിറിൻ്റെ ഒരു ഡയലോഗുണ്ട്, അത് ഞാൻ ഇവിടെ എവിടെ എന്താണോ കഴിവുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, പിന്നെ ആൾക്കാരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം സ്ഥിരം അത് ചെയ്തുകൊണ്ടിരിക്കുക, നിർത്തിക്കളയരുത്. ആൾക്കാർ പലതും പറയും, അവർ പറയട്ടെ, അത് സൈഡിൽ നടന്നുകൊണ്ടിരുന്നോളും. അപ്പോൾ നിങ്ങളെ കാര്യം മാത്രം നോക്കും. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ തന്നെ ചെയ്യണം. മറ്റുള്ളവരെ നോക്കിയും മറ്റുള്ളവരെ കളിയാക്കും. ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ എത്ര പേര് കളിയാക്കാനും തമാശയായിട്ടും എനിക്ക് തന്നെ നാടകമായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത സമയങ്ങളുണ്ട്. ഇപ്പം വെച്ച് തോന്നും തിരിച്ച് ഇതിൽ തന്നെ വരണമെന്നൊരു സംഭവം വന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ എനിക്ക് ജോലിയായപ്പോൾ തിരക്കായി. പിന്നെ ജോലിയുടെ ഇടയ്ക്ക് ഞാൻ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം റിഗ്രറ്റ് അടിക്കുന്നു, അന്ന് വീഡിയോ എടുത്ത് ഇച്ചിരിയൊക്കെ ഇട്ടാൽ മതിയല്ലോ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ സമയമൊന്നും കിട്ടുന്നില്ല. പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം മനസ്സിലാക്കിയത്, ഒരു കോർപ്പറേറ്റ് ലൈഫ് ഒരിക്കലും നമ്മുടെ ഫാമിലി പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാവത്തില്ല ഒരിക്കലും. കോർപ്പറേറ്റ് ലൈഫ് എൻ്റെ കമ്പനിയിൽ ഞാനൊരു ക്ലിപ്പ് ഇട്ട് തരാം, അപ്പം മനസ്സിലാവേ എൻ്റെ അവസ്ഥ. ഇവിടെ നമ്മൾ പണിയെടുക്കുന്നതിലുപരി പണിയെടുക്കുന്നത് മറ്റുള്ളവരെ കാണിക്കുന്നതിലാണ് കാര്യം. ഒരു ലാപ്ടോപ്പും കൈ പിടിച്ച് അന്തം വിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്ന ആൾക്കാർ വിചാരിച്ചോളൂ ഓടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കണ്ട, അത്രേ ഉള്ളൂ. ായിട്ട് നമ്മൾ കാണിക്കണം, അത് എനിക്കറിയത്തില്ല. അപ്പം അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഇപ്പം എന്തെങ്കിലും അപ്പം ഇവിടെ വന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പക്ഷേ എൻ്റെ വർക്ക് ലൈഫിലാണ് കുറേ ആൾക്കാരെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നത്. എൻ്റെ കമ്പനിയല്ല, വേറെ കമ്പനിയിലെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻറ്റും ഓരോരോ കാഴ്ചകളും. ഞാൻ അതിരപ്പള്ളി പോയത് ഇവിടെ ഇട്ട് തരാം. അപ്പം അതൊക്കെ ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് കേരളം എന്ന് പറയുന്ന സംഭവം വലിയ ഇഷ്ടമുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. ഇപ്പോഴും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഫുൾ ആസ്പെക്റ്റ് മാറ്റി എൻ്റെ ജസ്റ്റ് 2 ഫ്രണ്ട്സ് മാത്രം കാണണം. ദാറ്റ് മീൻ അവരെ പേരൊന്നും എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. ഇവരെ വേണേൽ ഫോട്ടോ ഇടാം, ബ്ലറായിരിക്കും ഫേസ്. അപ്പം അവരെ സ്ഥലം പാലക്കാടാണ്. എനിക്ക് ആൾക്കാരെ അറിയത്തില്ല. ആൾക്കാരൊക്കെ UAയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആൾക്കാർ പൂരം കാണണമെന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്ത് പോകുന്നവരുണ്ട്. അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട്, എന്നെ വട്ടാണോ ഇവർ ഇങ്ങനെ പോകുന്നതെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ ഇവർ ആ വെടിക്കെട്ടിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ അത് കണ്ടപ്പോൾ ഉള്ള ഒരു രോമാഞ്ചം, നമ്മളൊരു ത്രില്ല്, നമ്മളെ അഡ്രനാലിൻ പമ്പ്, അത് വേറെ രീതിയാണ്. പിന്നെ പാലക്കാട് ഞാൻ ചിന്തിച്ച സംഭവമല്ല. പാലക്കാട് ആൾക്കാർ അടിപൊളിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, കാഴ്ചകൾ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. കേരളത്തിൻ്റെ ഫുൾ ആസ്പെക്റ്റ് തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഫുള്ള് മാറി. എന്താണെന്ന് പറഞ്ഞാൽ ഇത് നല്ലത്, ഇൻ ടേംസ് ഓഫ് നല്ലത്. ഇത് കേരളത്തിനോട് ഇച്ചിരി കൂടെ ഒരു സ്നേഹം തോന്നിയത് അപ്പോഴാണ്. ഈ പാലക്കാടിൻ്റെ കുറേ വിഷ്വൽ ആക്ച്വലി ഉണ്ട്. ഫോട്ടോസ് എല്ലാം ഇങ്ങനെ അടുക്കി ഞാൻ തരാം. നല്ല രസമാണ്. അപ്പം ഇതാണ് സ്റ്റോറി നമ്പർ 1. എങ്ങനെയാണ് കേരളം എങ്ങനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ഇതാണ് ആദ്യത്തെ. എനിക്ക് ഷോർട്ടായിട്ട് ഇടുന്ന ഇഷ്ടം. അപ്പം അടുത്ത പാർട്ടി മൂടുണ്ടെങ്കിൽ ഞാൻ ഇടാം. ഓക്കെ.